തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലിലേക്ക് ദേശീയപാതയിലൂടെയുള്ള യാത്രയിൽ പ്രധാന റോഡിൽ നിന്ന് കുറച്ചു മാറി കള്ളിയങ്കാട് പിന്നിട്ട് തൊട്ടിയോടെന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാറ്റിന് മണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന ഒരു ഗന്ധമുണ്ട്. അവിടെ മൗനഗുരു സ്വാമി സമാധിയുടെ ആത്മീയമായ നിശബ്ദതയ്ക്ക് തൊട്ടു പിന്നിലായി പ്രകൃതി ഒരു മഹാവിസ്മയം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നാഞ്ചനാട്, പഴയ തിരുവിതാംകൂറിൻ്റെ നെല്ലറ. സഖ്യപുത്രൻ്റെ കാവലിൽ മയങ്ങുന്ന മണ്ണിൻ്റെ ഈ പേരിന് പിന്നിൽ മനോഹരമായ ഒരു അർത്ഥമുണ്ട്. കലപ്പകളുടെ നാട്. ഒരു കാലത്ത് ഇവിടുത്തെ ഓരോ ശ്വാസവും ഈ വയലുകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. കാലം മാറി, അതിരുകൾ മാറി. ഇന്ന് കന്യാകുമാരി ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള ഈ മണ്ണ് നമുക്ക് നഷ്ടമായ ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ആനക്കൽ മലനിരകൾ ആകാശത്തോട് കിന്നാരം ചൊല്ലി നിൽക്കുന്ന ആ പശ്ചാത്തലത്തിൽ പച്ചയും സ്വർണവും ചാലിച്ചെഴുതിയ വിശാലമായ നെൽപ്പാടങ്ങൾ. വെള്ളിനൂല് പോലെയുള്ള അരുവികൾ വയലുകളെ തഴുകി ഒഴുകുന്നു. നട്ട് വെറും 3 മാസങ്ങൾക്കുള്ളിൽ കൊയ്ത്തിന് പാകമാകുന്ന ഹ്രസ്വകാല നെൽവിത്തിനങ്ങളാണ് ഇവിടെ സ്വർണ്ണ നിറത്തിൽ കാറ്റിലാടുന്നത്. കർഷകന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഈ മണ്ണ് ഇപ്പോൾ ഒരു വലിയ ഉത്സവത്തിന് തയ്യാറെടുക്കുകയാണ്. ഇനിയും ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ വയലുകളിൽ കൊയ്ത്ത് യന്ത്രങ്ങളുടെ ശബ്ദം മുഴങ്ങും. അപ്പോൾ ഈ പ്രദേശം കൂടുതൽ സജീവമാകും. എന്നാൽ ഈ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ ഇന്ന് ഒരു വലിയ ആശങ്കയുടെ നിഴലുണ്ട്. വികസനത്തിന്റെ ചക്രങ്ങൾ ഉരുളുമ്പോൾ സമീപത്തെ തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തിക്കൊണ്ടാണ് പുതിയ ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കോൺക്രീറ്റ് തൂണുകൾ ഈ പച്ചപ്പിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. വികസനം വരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ആത്മാവിനെ തന്നെ തൊട്ടുനിൽക്കുന്ന ഇത്തരം ഹരിത ചൈതന്യങ്ങളാണ്. ഈ കൃഷിയൊക്കെ ഇനി എത്ര കാലം കൂടി ഇവിടെ കാണാനാകും എന്നറിയില്ല. നാഞ്ചനാടിൻ്റെ അവസാനത്തെ ഈ അടയാളങ്ങളും വൈകാതെ തന്നെ വെറും ഡിജിറ്റൽ ഓർമ്മകളായി മാറിയേക്കാം.